അപ്പോൾ ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ ഒന്നും ശബ്ദമില്ലാതെ അങ്ങ് കിടക്കുക കേട്ടോ ചെയ്യുക. ആ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ദാ ഇതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ വറുത്തെടുത്ത ചെറുപയർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇതിലേക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പയർ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കഷ്ണം പയറെടുത്തിട്ട് കടിച്ച് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതുവരെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്ലാക്ക് കളറിലോട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതിനെ മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സറിൻ്റെ മുകളിലോട്ട് നമ്മൾ പയറും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എയർ ടൈറ്റുള്ള കുപ്പിയിലാക്കിയിട്ട് 1 മാസം 2 മാസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.